അമ്മയുടെ കുടുംബശ്രീക്ക് പോയി. ചോറെടുക്കാം. എടി ഇങ്ങ് വന്നേ. ഇങ്ങ് വരാൻ. ഇങ്ങോട്ട് നീങ്ങിയില്ല. എന്ത് എന്ത് അല്ല നിനക്കെന്ത് എന്ത് അല്ല ഒരു ഗൗരവം? കുറച്ച് ദിവസമായല്ലോ. എനിക്കെന്ത് ഗൗരവം? എന്നെ ഒരു ചവിട്ടിന്ന് വെച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ച? എന്താ നിനക്ക് എന്നെ അടിക്കണ? പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാലി തൂക്കി ഞാൻ തറയിൽ അടിച്ചാന്. എൻ്റെ കൈ പിന്നെ പറഞ്ഞാൽ അങ്ങ് മറക്കാൻ പോയല്ലോ. എന്താ പറഞ്ഞത്? നിന്റെ മൂക്കാൻ വേണ്ടി അടിച്ചാൻ പൊട്ടിക്കേ? എന്നാൽ ഞാനും അടിക്കും. നാന്ന് കാണാനല്ലേ നീ ഇവിടെ കിടന്ന് ഉരുളുവേ. ആരാ ഉരുളുന്നതെന്ന് കാണാം. ഈ രാജേഷിനെ അടിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടാ? നാന്ന് കാണണമല്ലോ. അടിയടി തന്നെ. എന്നെ അടി. എന്നടി? ആദ്യം എന്നെ അടിക്ക്. എന്നടി? എന്നെ അടിക്കുന്നേ. ഞാൻ അടിക്കുവേ. പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. കോബ്ര സ്റ്റെപ്പുമായി രാജേഷ് പമ്പിനെ പാട്ടിലാക്കാൻ ചെയ്യാം. വീറിന്റെ വാശിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. മിന്നൽ വേഗത്തിലാവും അടിയും തിരിച്ചടിയും. ഓതിരം, ഘടകം, മറഘടകം. രാജ്ഭവന്റെ രാജാങ്കണത്തിൽ അന്തരീക്ഷത്തിന് തീ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. The fire has begun. Look at this. അടയാളപ്പെടുത്തു വെക്കാനുമേ. ഇത് ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം രാജ്ഭവനിൽ. It's Jayawar Rajeshne. വീണതിനേക്കാൾ പ്രധാനമാണ് വീണെടുത്തുന്ന എഴുന്നേൽപ്പ്. Come on boy, get up boy. രാജേഷിന് തിരിച്ചു വരാൻ കഴിയുമോ? ആകാംക്ഷയോടെ പ്രേക്ഷകർ. Yes, he's back, moving his fingers. What the hell was that? Believe this. കാണുക, നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? രാജേഷ് തിരിച്ചു വരുന്നു. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. സൂത്രത്തിലൂടെ ഒരു ഗോൾ. It's 1-1. The Cobra is down. Venomous Jaya strikes. ഫലം വിടർത്തി നിൽക്കുന്ന നാഗയക്ഷി, നാഗറാണി, നാഗചൈതന്യ. I swear you will never see anything like this ever again. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊന്ന് ഇനി ഒരിക്കലും നിങ്ങൾ കാണാനിടയില്ല. It's 2-1. ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാന്ന്. ചത്തട്ടില്ലടി.
So now ഒരു ഭയപ്പാടിന്റെ ശരീരഭാഷയിലേക്ക് രാജേഷ് എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. A terrified person in all sense. Something like കാന്തിശീകൻ. പക്ഷെ അങ്ങനെ വെറുതെ കൊടുക്കാനും പറ്റില്ല. Because ഇവിടെ പരാജയം മരണത്തിന് തുല്യമാണ്. It is going to be a war. അതേസമയം മറുഭാഗത്ത് നോക്കുക, ഒരു ജയസമുദ്രം ഇരമ്പി വരുന്നത് കാണാം. ഒരു ജയാരവം ആർത്തലച്ചു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം. നീ ഇവിടെ കിടന്ന് ഉരുളുകയെന്ന് പറഞ്ഞ രാജേഷിത, ഉരുളലോടുള്ള ആവേശകരമായ പോരാട്ടം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. മരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങിയതുപോലെ ഇതാ രാജേഷ്. ജയ രാജേഷ്, ജയയുടെ മുടിക്ക് വളരെ കൃത്യമായി മുടിക്ക് കുത്തം പിടിച്ച രാജേഷ്. അതിന് ജയയുടെ മറുപടി ജഗജില്ലി, ജഗജയി, ജഗന്മയി, ജഗദംബ, ജയ. It's 3-1. The countdown begins. 10, 9, 8, 7, 6, 5. Last chance for Rajesh. The husband-wife പോരാട്ടം അവസാന നിമിഷങ്ങളിലേക്ക്. The dying moments of this great encounter. നെഞ്ചടിപ്പോടെ കണ്ണു ചിമ്മാതെ സിരകളിൽ തീ പിടിച്ച് പ്രേക്ഷകർ anything can happen. രാജേഷിന്റെ അടുത്താണ് കളിക്കണം. ജന്മാന്തര വാസന, ജന്മാന്തര കൃതം, absolutely instinctive trait derived from previous births. The game over. അമ്മ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അനി നീ ഇരിക്ക്. വേണ്ട, എവിടെ നിന്നോളാം. അത് വീണ് പോകത്തൊന്നുമില്ല, അതീ ഇരിക്ക്. വേണ്ടാലിമ്മ, നിന്നോളാം. അനി നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. ഇതിനാണോ അനി നീ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു? എല്ലാവരെയും പോലെ കുടുംബജീവിതം സന്തോഷമായിട്ട് നയിക്കാനാണോ അതോ പെണ്ണുപിള്ളയുടെ നടി കൊള്ളാനാണോ? രാജേഷ് ഇത്ര ദേഷ്യക്കാരനാണെന്ന് കെട്ടിച്ചു വിടുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. ഓ, അപ്പോൾ കുറ്റം എൻ്റെ മോൻ്റേതായോ? അങ്ങനെ എത്ര പാവമായിരുന്നെന്ന് അറിയാവോ? നിങ്ങളുടെ മോള് വന്നതിന് ശേഷം എത്ര ദേഷ്യക്കാരനായോ? രാജേഷ് അവിടെ ആവശ്യമില്ലാതെ തല്ലിയുണ്ടല്ലോ. ആ ഭർത്താക്കന്മാരായ ഭാര്യമാരെ അടിച്ചെന്നൊക്കെ ഇരിക്കും. നിങ്ങളുടെ ഭാര്യ തല്ലാറില്ലേ? അവർ തിരിച്ചടിക്കുമോ? അല്ല, ഈ രഥ നിങ്ങളെ ചാടി ചവിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കി. ആണുങ്ങളായ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും. പെണ്ണുങ്ങളെ തിരിച്ചടിക്കാൻ തുടങ്ങിയ കുടുംബം എവിടെ പോയി നിൽക്കും? പിന്നെ ഇവളെ ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഇവിടെ കിടന്ന് അടികൊള്ളാനാണോ? അപ്പോൾ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? അമ്മ നീ മിണ്ടായി അവിടെ. പിന്നെ ഏത് കാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടിട്ട് ഇവിടെ കിടക്കാനാണ്? അനി നീ കേൾക്കണം കേട്ടോ. മലയാളം പറ. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലോ. അവിടുന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. അമ്മ ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ ഇവിടെ എടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലതാണ് ഇതൊക്കെ നടക്കൂ? അനി പറ. എന്താ ചെയ്ത്? അത് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ ഈ അടിക്കാനും പിടിക്കാനൊക്കെ ചെന്നാൽ പുറത്തിറങ്ങിയ മോശമല്ലേ?
എന്നെ അടിച്ച് പണിനി മോശമൊന്നും തോന്നിയില്ലേ? അത് നാട്ടുകാർ അറിഞ്ഞില്ലല്ലോ. അപ്പം ഇതും നാട്ടുകാരറിയാതിരുന്നാൽ പോരാണ്. ജയ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പോഴത്തെ ദേഷ്യത്തിന് രാഷ്ട്രം നിന്നെ ഒരു അടി അടിച്ചു, സമ്മതിച്ചു. അത് നിനക്കൊന്ന് ക്ഷമിക്കായിരുന്നു. ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരടിയാ? 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 6 മാസത്തിൽ 21 അടി ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പൊ 10 കൊല്ലാകുമ്പോ എത്ര കൊള്ളണം? അണ്ണൻ പറ. 21 420 അടി. അതെ, 420. അപ്പൊ 40 വർഷമാകുമ്പോ 40 വർഷം കൊണ്ട് 1680 അടി. കറക്റ്റ്. ഇത്ര അടി ഞാൻ കൊള്ളണമെന്നാണോ അണ്ണൻ പറയുന്നത്? വേണ്ട വേണ്ട. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് പഠിത്തം കൂടി ഇതാണ് കുഴപ്പം. അവിടെ തർക്കുത്തരം പറച്ചിൽ കേട്ടല്ലോ. അല്ലേ അമ്മ, എനിക്കൊരു 30 സെക്കൻഡ് താ. ഞാൻ അവരോട് സംസാരിച്ചോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ ഓടാ. എന്തോടെ ഞാനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ആഴ്ച നശിപ്പിച്ചോ. അവിടെ ഇതെന്തോടെ ഇത്? ഇത് സോൾവ് ആവൂല അണ്ണ. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കണം. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല. എടാ, ഇതിപ്പോൾ പ്രശ്നമായി. അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നാട്ടുകാരെന്തോന്ന് പറഞ്ഞിട്ട് നടക്കും? രാജ്ഭവനിലെ രാജേഷിനെ അവൻ്റെ പെണ്ണുമ്പോൾ അടിച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയും. അതീപ്പരം നാണക്കേട് വേറെ ഉണ്ടാ? അണ്ണൻ എന്താ പറയുന്നത്? എന്നെ അടിച്ച അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. കൊടുക്കണം. ആ കൊടുക്കണം. അണ്ണന് വയ്യ അണ്ണ. എടാ, അവളെ കയ്യിലൊരു കൊച്ചിനുണ്ടാക്കി കുററാ. അപ്പം കയറിപ്പോവും. കൊച്ചിൻ്റെ പുറകുള്ള ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു 3-4 വർഷം അങ്ങനെ കഴിയും. അത് കഴിഞ്ഞ് നടുനിവർന്ന് നിൽക്കുമ്പോൾ അടുത്ത ഒരെണ്ണം കൊടുക്കണം. അപ്പോൾ അവളെ മറ്റേ 10 വർഷത്തെ മറ്റേ PSC ചോദ്യം ഉണ്ടല്ലോ, അതങ്ങ് തീരും. പിന്നെ അവൾക്ക് ജോലിയും വേണ്ട, പഠിത്തവും വേണ്ട. അവളെ അമ്മുമ്മേരെ നായര കാരാട്ട കുൻഫു കിക്ക് ബോസ് ഒന്നും ഉണ്ടാവില്ല. എടാ, ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റുമാരെ അഴിച്ചുവിടരുത്. വീട്ടിൽ കെട്ടിയിട്ട് പാഠം പഠിപ്പിക്കണം. എന്നാൽ ജീവിതകാലം മുഴുവൻ നിന്റെ കാര്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിന്റെ വീട്ടുകാര്യം നോക്കി അവൾ ഇവിടെ കഴിയുള്ളൂ. എന്നാലേ നീ ഒരാണാവത്തുള്ളൂ. ഒന്ന് താഴ്ന്നുകൂട്. എന്നാൽ നമ്മൾ വരച്ചവരെല്ലാം അവളെ നിൽക്കും. വാ, നീ അവിടെ ചെന്നിട്ട് പേരിൻ്റെ സോറി പറ. ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കാം. നിന്റെ അനിയണ്ണനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വാ, പിടിച്ച മറ്റേ അടിയിലെ വീഡിയോ എടുത്ത മൊബൈൽ എവിടെ? അതെൻ്റെ മണ്ടക്കോട്ടല്ലേ അവൾ എന്നെ എടുത്തെറിഞ്ഞത്. ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അതും പോയാ? രാഷേ, ജയ്, ഇത്ര നാളത്തെ എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറയാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്. രാഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സോറി പറയാൻ റെഡിയാണ്. ജയും കൂടെ സോറി പറഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ അങ്ങ് തീരും. രാഷേ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അത് ആവർത്തിക്കില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. സോറി. കണ്ട, ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അത് ഞാൻ തരുന്ന വാക്കാണ്.
വലിയമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ ഒരു കട്ടൻ ചായ എടുക്കും. അയ്യോ ഞാനതങ്ങ് മറന്നു. വന്നിട്ട് ആർക്കും ഒരു വെള്ളം പോലും കൊടുത്തില്ല. ആരത് ചായ എടുക്കാം? മാമി അകത്തോട്ട് വരൂ. രാജമോളെ വെള്ളം വരും. എന്ത് വെറുതെ ദുഃഖിക്കുന്നു? പിള്ളേർ ഓരോന്ന് കാണിച്ചു കൊടുത്തു. പാലതേ ഇത് വല്ല കാര്യമാക്കാനുണ്ടോ? Yeah. Yeah. ഒരു ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ദാമ്പത്യം വിജയകരമായിട്ട് മാറുന്നത്. നമുക്ക് കഴിഞ്ഞെല്ലാം മറന്ന് ഈ ദാമ്പത്യം വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഗുഡ് നൈറ്റ്. ഒരു ചായ കിട്ടും. ജയ, 4 ചായ. നീ ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ചായയുടെ കൂടെ ഏതാണ്ട് സ്നാക്സ് ഉണ്ടാക്കിയില്ലായിരുന്ന? അത് പറ്റുമെങ്കിൽ നാളെ അതൊന്നുകൂടെ ഉണ്ടാക്കാവൂ. നീ ഇങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചോണ്ട് നട. എന്നെ കൊണ്ടൊന്നും നടക്കൂല. നീ ആ ഫോൺ എടുത്ത് അവൾക്കൊന്ന് മെസ്സേജ് കാണിട്ട്. എന്താ മെസ്സേജ്? എന്തെങ്കിലും ആക്കി അല്ലെങ്കിൽ എന്തോ മെസ്സേജ് അയക്കാൻ. ചായ കുടിച്ചോ നീ? നിനക്ക് ഈ ചായയുടെ കാര്യം മാത്രമേ പറയാൻ അറിയാവൂ. ഞാൻ അയക്കാം. ഒരുപാട് മെസ്സേജ് ഉണ്ടല്ലോ. ഇറച്ചി മസാല, വെളിച്ചെണ്ണ, ഓയിൽ, ചിപ്സ്. ഇതെന്തോ ഇവിടെ ഇത് പലചരക്ക് ഇവിടെ ഫുൾ അതാണല്ലോ. ഞാൻ പിന്നെ എന്തോന്ന് അയക്കാൻ? എടാ അവൾ ഈ മെസ്സേജ് അയച്ചത് ഓക്കെ. അപ്പം നീ എന്ത് ചെയ്യണം? ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് സെൻഡ് ചെയ്യണം. അപ്പം അവളുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വരും. നിന്നെക്കുറിച്ച് ഓർക്കും. ആരോട് പറയാം? എന്തെങ്കിലും ചെയ്. നിങ്ങൾ വലിയ കുഞ്ചാക്കോവനാണല്ലോ. ചുമ്മാ അല്ല അവർ കളഞ്ഞിട്ട് പോയത്. ആ കളഞ്ഞിട്ട് പോയാലെന്ത്? കയ്യിലൊരെണ്ണം കൊടുത്താണ് ഞങ്ങൾ വിട്ടത്. ഓ, എന്താ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന? ഇതൊക്കെ ആരടുത്ത് പറയാൻ? രാജേഷേ, നിനക്ക് പാട്ടോടെ അറിയാമോ? അറിയാം. 10-12 വർഷം ഞാൻ അതാണല്ലോ പഠിച്ചത്. എടാ അതല്ല, എടാ റൊമാൻറ്റിക് ആയിട്ട് വളയ്ക്കാൻ ബെസ്റ്റ് പാട്ടാണ്. നീ ചിത്രം സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ലാലേട്ടൻ. അതൊക്കെ സിനിമയിലല്ല അണ്ണാ. ജീവിതത്തിൽ നമ്മൾ റോഡിൽ ഇറങ്ങിയ പഴയ ആൾക്കാർ പറയും വട്ടാണ്. എടാ നിന്റെ റൊട്ടി കിടന്ന പാട്ടോടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എടാ അവള് റൂമിൽ വരുമ്പോൾ നൈസിന് ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ആനേനായിപ്പോയി. അല്ല എല്ലാം പറഞ്ഞുതരായിരുന്നു. അതിലൊന്നും അവള് വീഴൂല. എടാ പാട്ടെന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല, അവളുടെ പേര് വരുന്ന പാട്ട് പാടണം. അത് വെച്ച് നീ കാച്ചുകൊടും. അപ്പോൾ അവള് വീഴും. ഞാൻ എൻ്റെ പെണ്ണുപിള്ള വീഴ്ത്തിയത് അങ്ങനെയല്ലേ? അവളുടെ പേരൊക്കെ വെച്ച് എന്തോ പാട്ട്? അങ്ങനെ ആലോചിക്ക്, പാട്ട് കിട്ടും. മലയാളത്തിൽ ലക്ഷക്കണക്കിന് പാട്ടുകളില്ലേ? ആലോചിച്ചാ മതി. ആലോചിക്കോ? ഓ ആ പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ അമ്പിളി. ആലോചിക്കോ? ആലോചിക്കോ? പോട്ടെ. പിന്നിൻ പാത്തിങ്കളി
ജയ. ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. നിങ്ങളിങ്ങ് വന്നേ. അവര് വീണ്ടും വഴക്കായെന്നാ തോന്നുന്നു. തിരിച്ചുകൊണ്ടാക്കാനായിട്ട് വന്നാണ്. അമ്മ ആ, സുഖല്ലേ? ആ. അച്ഛാ ആ സുഖം സുഖം. ഇന്നെന്താ പറ്റി? അങ്ങോട്ടൊന്നും കണ്ടില്ല. അല്ല പിന്നെ അടിയൊന്നും നടന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങണം. സമയം കിട്ടാറില്ല. കച്ചവട സീസൺ അല്ലേ. ജയ് ചിക്കൻ എടുത്ത് അങ്ങോട്ട് കൊടു. നല്ല ബ്രോയിലർ ചിക്കനാണ്. കറി വെച്ചാൽ കുഴവഴാന്നിരിക്കും. ഇങ്ങനെയാണ്. കേറി വാ. ഓ സുന്ദരളിയാ ഓ എപ്പോ വന്ന? നമ്മള് വൈകിട്ട് വന്നോളിയാ. മുറിവൊക്കെ കരിഞ്ഞോ? വാ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഇല്ല, ഞാൻ കുളിച്ചിട്ട് വരാം. നീ എന്തിനാണ് എന്റെ ജേഴ്സി എടുത്താൽ കൊടുക്കാൻ പോയാ? കളിക്കാൻ പോയിട്ട് അലക്കാൻ പോലും ഇടാത്ത സാധനമാണ്. റൂമിൽ കിടക്കുന്ന കണ്ടിട്ട് അളിയൻ്റെ തന്നെ മതി എന്ന് പറഞ്ഞെടുത്തിട്ടതാ. പുള്ളിക്കത് വലുതാ. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെ സ്വഭാവം. ഡീ നിനക്ക് സുഖം തന്നെ? എന്നോട് എന്നെ ചോദിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സാ? യെസ്. അല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് IPL. ആ ഇതേതാപ്പോ? അത് ന്യൂ ചലഞ്ചേഴ്സ്, നമ്മുടെ ക്ലബ്ബ്. ഫുട്ബോൾ അല്ല, അത് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റ്. എന്താണമ്മ നെല്ലിക്കയാ? ആ ലവലൊലിക്കാ മോനെ. ഇവിടെ മണിയമ്മാമൻ കൊണ്ടുവന്നേ. ഇവക്ക് ഭയങ്കര ഇഷ്ടാ. ജയ ലെഗ് പീസ്. എന്തൊരു ബഹളം. ആ എനിക്കറിഞ്ഞൂടാ. നിന്റെ സ്വർണം വല്ലതും ചോദിച്ചാ? ഇല്ല. ഒരു കണ്ണെങ്കിലും ചോദിക്കേണ്ടതാണല്ലോ. നീ ഒന്ന് സൂക്ഷിച്ചോ. പിന്നെ ഈ വീടൊന്നും എഴുതി തരാൻ പറഞ്ഞേക്കില്ല. വാടക വീടാണ്. ജയ, നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം. കോഴിപ്പാമ്പിൽ കുറച്ച് പണിയുണ്ട്, അത്യാവശ്യമാണ്. ജയ, എന്താ ഇന്നലെ പീരിയഡ്സ് ആണെങ്കിൽ
അനിയണ്ണം പറഞ്ഞു വെച്ചു അടുത്ത 6 ദിവസം കഴിഞ്ഞിട്ടുള്ള 5 ദിവസം. ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ആ പറഞ്ഞോ ബുധൻ വെള്ളി വ്യാഴം ചൊവ്വ. 250 കോടി വെച്ചല്ലേ? 250 ഇൻറ്റു 4 ഇതിനെ കൂട്ടാം. അപ്പോൾ 1 2 3 4 5 6. അല്ല ഈ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങൾ വേണോ? അത് വേണ്ടേ? ഇത് പിന്നെ പ്രകാരം പിന്നെ ഇതെങ്ങനെ? അത് വേണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് 28-ാം തീയതി സെറ്റാക്കാം. സെറ്റ്. അത് നമുക്ക് അവിടെ വന്നിട്ട് പറയാം. നിനക്ക് കണക്കെഴുതാൻ വേറെ എവിടെ കിട്ടിയില്ലേ? അണ്ണാ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയല്ലേ എഴുതുന്നത്? ഇനി കലണ്ടറിൽ തൊട്ടതിന്റെ കഴിഞ്ഞ വിടും കേട്ടല്ലേ? കലണ്ടർ അല്ലാതെ ഇയാൾ കമ്പ്യൂട്ടറൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാസമേതാ ദിവസമേതാ വർഷമേതാന്ന് പറയും. എൻ്റെ നീല ജീൻസ് എവിടെ? അലക്കാനിട്ട്. സാരല്ല. ജയ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. അതിലൊരു വിഷമം. എൻ്റെ തുണി അലക്കുന്നു, ഉണക്കുന്നു, തേക്കുന്നു, എനിക്ക് വേണ്ടി ഇടിയപ്പം ഉണ്ടാക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണം എന്നൊരാഗ്രഹം. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. നീ പറയുന്നത് എന്തും. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പറ ജയ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചോദിക്ക്. ഇതെന്തുവാ, പെൻസിലാ? എനിക്കൊന്ന് കണ്ണെഴുതി തരുമോ? കണ്ണ ഉള്ളിലെ താഴെ, അകത്ത്, മേലെ? താഴെ. പറ്റൂലല്ലേ? Oh baby, oh baby, oh baby, bye 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 bye. Oh baby, bye 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 bye. Oh baby, bye 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 bye. Bye 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 bye. ജയ, ഒരു സർപ്രൈസ് ഉണ്ട്. ലവലോലിക്ക. ഒറ്റയ്ക്ക് കഴിച്ചോളയല്ലേ? ലവലോലിക്ക എവിടെ?
ഫുൾ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാനുള്ള പ്ലാനായിരുന്നല്ലേ? എനിക്കിത് ഇഷ്ടമല്ല.